ഡോക്ടർ പി കെ ഗോപൻ, ഒരു 3 മാസമല്ലേ ആയുള്ളൂ? നിങ്ങൾക്ക് ക്ഷമിച്ചൂടെ? ഒരു 3 മാസമല്ലേ ആയുള്ളൂ? ശ്രീ അജിംഷ, യഥാർത്ഥത്തിൽ കുറച്ചുകൂടി പറയാൻ രജിക്ക് അങ്ങ് അവസരം കൊടുക്കേണ്ടതാണ്. ഇത് നാട്ടുകാർ കേൾക്കട്ടെ, ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. ഒരു കുഴപ്പവും ഇല്ല എന്നവർ ആവർത്തിക്കുമ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവരും അവരുടെ ബന്ധുക്കളും ഇതൊക്കെ കേൾക്കട്ടെ. എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഇവരിങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് വസ്തുത പുറത്തു വരില്ലേ? അതുകൊണ്ട് രജിന് ഈ ചർച്ചയുടെ നല്ലൊരു പങ്ക് സമയം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് ഇഷ്ടം പോലെ സമയം കൊടുക്കണം. അവർ പറയണം നാട്ടിലിത്. ഇത് ഒരു രാഷ്ട്രീയ ചർച്ചയാക്കാൻ യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഇപ്പൊ പാർട്ടി പൊളിറ്റിക്സ് അല്ല കേൾക്കേണ്ടത്, കക്ഷി രാഷ്ട്രീയം അവർക്ക് കേൾക്കേണ്ടതില്ല. ഇപ്പോൾ രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും രണ്ട് എന്നർത്ഥത്തിൽ തന്നെയാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന്റെ വിലാപങ്ങളൊന്നും അല്ല അവർക്ക് കേൾക്കേണ്ടത്, അല്ലെങ്കിൽ പ്രതിഷേധങ്ങളല്ല അവർക്ക് കേൾക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ ഒരു കമ്പാരിസന്റെ പ്രസക്തിയുണ്ട്. അത് ജനങ്ങൾ ചെയ്യുന്നതാണ്, അത് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട. കാരണം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയത്തെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എങ്ങനെ അഡ്രസ് ചെയ്തു? ഒരു കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ എതിർപ്പോടുകൂടി, അവരുടെ പിന്തുണ കിട്ടിയില്ലെന്ന് മാത്രമല്ല, അവർക്ക് ചെയ്യാവുന്ന ദ്രോഹങ്ങൾ കൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ശത്രു രാജ്യത്തോടെന്ന തരത്തിൽ നമ്മളോട് പെരുമാറുമ്പോൾ, പ്രകൃതിയാകെ പ്രക്ഷോഭിച്ച് നമ്മുടെ മുമ്പിൽ വിലാസ നൃത്തമാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ ഡീല് ചെയ്തത്? അത് ഒരു ഗവൺമെന്റ് മാത്രമല്ല, അതാണ് അതിന്റെ നേട്ടം. ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ കുറച്ച് മന്ത്രിമാർ അവരുടെ മാത്രം ഒരു ഏർപ്പാടല്ല. നമുക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ ലോകത്ത് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷെ അയാളുടെ ശേഷി അല്ലെങ്കിൽ അയാളുടെ ടീമിന്റെ ശേഷി നമ്മുടെ മുമ്പിൽ പ്രകടമാകുന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കുമ്പോഴാണ്, എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ്. അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു മുഖ്യമന്ത്രി തന്റെ ഗുരുതരമായ അസുഖം മാറ്റിവെച്ച് ചികിത്സ ഒഴിവാക്കിയിട്ട് ഒരു കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൂട്ടി യോജിപ്പിക്കുന്നത് എന്നുള്ളത് ലോകത്ത് തന്നെ ക്രൈസിസ് മാനേജ്മെന്റിന്റെ പാഠങ്ങളിൽ ഒന്നാണ്. ഇപ്പോ ഇവരിത് അംഗീകരിക്കില്ല, പല മാധ്യമങ്ങളും ഇപ്പൊ അംഗീകരിക്കില്ല. നാളെ പിണറായിയുടെ ശരീരം ഈ മണ്ണിൽ ഇല്ലാതാകുമ്പോൾ, പിണറായി എന്ന വ്യക്തി ഇല്ലാതാകുമ്പോൾ, ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന, പിണറായിയുടെ അസാന്നിധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ സ്വഭാവങ്ങൾ, അദ്ദേഹത്തിന്റെ മുൻകോപം, അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള പ്രതികരണം. ഇതൊന്നുമല്ല, ഇതൊക്കെ താൽക്കാലികമായ സവിശേഷതകളാണ്, ഒരു വ്യക്തിയുടെ സവിശേഷതകളാണ്. ആ സവിശേഷതകൾക്കപ്പുറം ഒരു ടീമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് 3.5 കോടി മലയാളിയുടെ മുഖത്ത് നോക്കി നമ്മളെല്ലാവരും കൂടി അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ച മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് പ്രതിപക്ഷ MLA-മാരെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന, നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പറയുന്നത് കേട്ടില്ലേ? ഫാത്തിമയുടെ ആടിനെ വിറ്റ് ഞങ്ങൾക്ക് കാശ് വേണ്ട, ഞങ്ങൾക്ക് സൈക്കിൾ വിറ്റ കാശ് വേണ്ട, കൊച്ചുങ്ങൾ സൈക്കിൾ വിറ്റ കാശ് വേണ്ട, ഞങ്ങൾക്ക് ആരുടെയും പൈസ വേണ്ട, ഞങ്ങൾ എങ്ങനെയാ ഇത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമെന്ന് എന്ന് പറഞ്ഞാൽ, ഈ ഏതാണ്ട് 35 ലക്ഷം പേരും 12,563 ക്യാമ്പും ഈ സ്റ്റേറ്റ് മുഴുവൻ വെള്ളപ്പൊക്കം. ഇവിടെ ഇപ്പൊ രജി പറഞ്ഞത് വെള്ളപ്പൊക്കം ഇല്ലാത്തതിന്റെ കാരണം ഞങ്ങൾ വന്നതിന് ശേഷമാണെന്ന്. വെള്ളപ്പൊക്കം ഇല്ലാത്തതിന്റെ കാരണം അവര് 3 മാസം കൊണ്ട്, നിങ്ങൾ അത് ചോദിക്കേണ്ടതായിരുന്നു. ഈ 3 മാസം കൊണ്ട് വെള്ളപ്പൊക്കം ഇല്ലാതാക്കി എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ ഈ ബാക്കിയുള്ള കാര്യത്തിനൊന്നും 3 മാസം പോരാ, അതിന് കുറെ വർഷങ്ങൾ വേണം. പക്ഷെ വെള്ളപ്പൊക്കം ഇല്ലാതാക്കാൻ 3 മാസം മതി എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഫാദർ പറഞ്ഞത് കേട്ടായിരുന്നോ? നമ്മുടെ യൂജിൻ പെരേര ഇത് അണക്കെട്ട് തുറന്നു വിടുമ്പോ സൈറൺ മുഴക്കിയില്ല. സൈറൺ മുഴക്കാതെ 31-ാം തീയതി ഉച്ചയ്ക്ക് അണക്കെട്ട് തുറന്നു വിടുക ചെയ്തേ. മനുഷ്യര് വെള്ളത്തിൽ. അവിടെ അദ്ദേഹം പറഞ്ഞത് താങ്കൾ ശ്രദ്ധിക്കാത്തതാണ്. അദ്ദേഹം പറഞ്ഞത് കടലിൽ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് കൊടുക്കുന്ന സംവിധാനങ്ങൾ തകർന്നിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അത് 3 മാസമായ ഗവൺമെന്റ് ആ സംവിധാനങ്ങൾ തകർന്നതിന്റെ അങ്ങനെയാണോ താങ്കൾ അനുമാനിക്കുന്നത്? പറയുമ്പോ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയരുത്. റെജിന്റെ ചർച്ചയിൽ എനിക്ക് ഇടപെടാൻ അവകാശം റെജിൻ തരികയാണോ, അതോ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് റിവൈൻഡ് ചെയ്യണം. താങ്കൾ പറയുന്നത് കേൾക്കുന്നവർക്ക് തന്നെ ഇത് തോന്നുമല്ലോ, തെറ്റായ കാര്യങ്ങൾ പറയും. അതെ, കേൾക്കുന്നത് റെജിൻ മാത്രമല്ലോ. റെജിൻ വിട്ടിരുന്നോണ്ട് പറഞ്ഞ ലോക മണ്ഡലങ്ങളൊക്കെ ഞങ്ങൾ കേട്ടോണ്ടിരുന്നില്ല. ഞങ്ങൾ 3 പേര് 4 പേര് ക്ഷമയോട് കേൾക്കില്ലേ? അതൊക്കെ
അതല്ലേ ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടെ റെജിന് ഇത്തരം മണ്ടത്തരങ്ങൾ പറയാനുള്ള അവസരം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ. മണ്ടത്തരം എന്ന് വെച്ചാൽ അങ്ങ് മണ്ടനാന്നല്ലേ ഞാൻ പറഞ്ഞു കേട്ടോ. റെജിൻ നല്ല മിടുക്കനായ കോൺഗ്രസ് പ്രവർത്തകനാണ്, അങ്ങേ വ്യക്തിപരമായിട്ട് ഞാൻ ഇൻസൾട്ട് ചെയ്യല്ല. അതുകൊണ്ട് അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് അവസരം തന്നാ മതി. അപ്പൊ ഒരു കാര്യം ചെയ്യും, താങ്കൾ ചർച്ച ചെയ്ത് തീർക്കുക, അതിനുശേഷം ഞാൻ വർത്താനം പറയാം. അതേ പറ്റൂ. അല്ല, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ശീലം അങ്ങ് ഇവിടെ എടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞല്ലോ, ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുപോകാതെ കാര്യം പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദയവായി ഞങ്ങളെ പാർട്ടി പൊളിറ്റിക്സ് പറയാൻ വേണ്ടി വലിച്ചഴക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അണക്കെട്ട് തുറന്നു വിടുമ്പോൾ അത് അങ്ങ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് തുറന്നു വിടുമ്പോൾ ആ സമയത്ത് സൈറൻ കൊടുത്തില്ല. അവിടെ MLA-മാർ ഉൾപ്പെടെയാണ് അത് പറഞ്ഞത്, ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്, MLA-മാർ ഉൾപ്പെടെയാണ് പറഞ്ഞത്. മൂഴിയാർ അണക്കെട്ട് തുറന്നപ്പോ സൈറൻ കൊടുത്തെന്ന് അങ്ങ് വാദിക്കുകയാണോ? ഇവിടെ 31 തീയതി അണക്കെട്ട് തുറന്നു വിട്ട കാര്യം യൂജിൻ പെരേര സാർ പറഞ്ഞത് കടലിലെ കാര്യമാണോ രജിനെ? അങ്ങനെയാണെങ്കിൽ ഈ സൗണ്ട് അദ്ദേഹത്തിന്റെ ക്ലിപ്പിംഗ്സ് ഒന്നുകൂടെ കേട്ടിട്ട് ഈ ചർച്ച തുടരാൻ പറ്റൂ. 31 ഡേറ്റ് അദ്ദേഹം ഉപയോഗിച്ചോ? അണക്കെട്ട് തുറന്ന കാര്യം അദ്ദേഹം ഉപയോഗിച്ചോ? അത് ഏത് അണക്കെട്ടിനെ കുറിച്ചാ പറഞ്ഞേ? അറബിക്കടലിൽ ഏതാ രജിനെ അണക്കെട്ട്? കടലിൽ പോയതിന്റെ കാര്യമല്ല പറഞ്ഞേ. 31 തീയതി അണക്കെട്ട് തുറന്നപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തില്ല, കടലിൽ മുന്നറിയിപ്പ് കൊടുത്തില്ല. രണ്ടാമത് ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്, കടലിൽ മുന്നറിയിപ്പ് കൊടുത്തില്ല. മുൻകാലത്ത് പരിഹാര സൃഷ്ടാക്കളായ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ പരിഭവവും പരാതി പറയുന്നവരുടെയും കേന്ദ്രമായി അവർ മാറി അല്ലേ? 650-700 വള്ളങ്ങൾ, ഞങ്ങളൊക്കെ കൊല്ലത്തുകാരാ. അന്നത്തെ മത്സ്യത്തൊഴിലാളി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ മത്സ്യമന്ത്രി ആരാന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. അത് എന്റെ പോരായ്മയാ. ഇവർക്കെല്ലാം അറിയാവുന്ന എനിക്കറിയത്തില്ല. മന്ത്രി ആരാന്ന് പോലും അറിയില്ല. അന്ന് സഖാവ് മെഴ്സിക്കുട്ടിയമ്മ, കളക്ടർ, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കടപ്പുറത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു സഹായം വേണം. വലിയ ലോറികൾ കൈകാണിച്ചു. അവര് തോളിൽ ചുമന്ന്, ഞങ്ങൾ സാക്ഷികളാണ്, വള്ളം തോളിൽ ചുമന്ന് അവര് പോയിട്ട് അവര് കേരളത്തിന്റെ സൈന്യമായിട്ട് മാറി. ഒരു ലീഡർഷിപ്പ് കൊടുക്കാൻ ഗവൺമെന്റിനെ അവർക്ക് വിശ്വാസമായിരുന്നു. അവരെല്ലാവരും സർക്കാരിന് വോട്ട് ചെയ്തൊന്നും ഞങ്ങൾ പറയുന്നില്ല കേട്ടോ. ഗവൺമെന്റിനെ അവർക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ ആ ഗവൺമെന്റിനെ നേതൃത്വം കൊടുക്കാൻ ആളുണ്ടെന്ന് മനസ്സിലായി. അവരതിന്റെ പുറകെ നിന്നു. കാരണം മുഖ്യമന്ത്രി ഉറങ്ങുന്നില്ല. കടലിൽ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുമ്പോ, വെള്ളപ്പൊക്കത്തിൽ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുമ്പോ 312 വിഭവങ്ങൾ ഉണ്ടോ മേശപ്പുറത്ത് എന്ന് എണ്ണി നോക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അദ്ദേഹം. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പരിഹാസ്യമൊന്നും വേണ്ട, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഉറക്കമില്ലായിരുന്നു. ഒരു കൃത്യസമയത്ത് ഉറങ്ങുകയും വെളുപ്പിന് 4 മണിക്ക് എഴുതേക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു CM ആയിരുന്നു പഴയ. രാത്രി കൃത്യസമയത്ത് ഉറങ്ങുക, വെളുപ്പിന് 4 മണിക്ക് എഴുതേക്കുക പുലർച്ചെ. ആ മുഖ്യമന്ത്രി ഉറങ്ങിയില്ല. ആ മുഖ്യമന്ത്രി ഇതിനെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്തു. നിങ്ങൾ നോക്കൂ ശ്രീ അജിം ഷാ, ഒഡീഷയിലെ ഒരു ദുരന്തം നമ്മൾ കണ്ടല്ലോ. ഒരു മൃതദേഹത്തെ സൈക്കിളിൽ വച്ച് കെട്ടിക്കൊണ്ടുപോകുന്നത്. കേരളത്തിൽ മനുഷ്യർ ചിന്തിച്ചിട്ടുണ്ടോ? ആര് ഭരിക്കാൻ വന്നാലും മൃതദേഹത്തെ അപമാനിക്കുക. രാജേഷ് എന്ന യുവാവ്, അയാൾക്ക് രക്ഷപ്പെട്ടുകൂടായിരുന്നോ? അയാളേക്കാൾ പ്രായമുള്ള ഒരു മനുഷ്യൻ എറിഞ്ഞു കൊടുത്ത അദ്ദേഹത്തിന്റെ ഓവർകോട്ട് അല്ലെങ്കിൽ സംരക്ഷണ കവചം എറിഞ്ഞു കൊടുത്തിട്ട് മരണത്തിലേക്ക് ഇറങ്ങിപ്പോയ രാജേഷിന്റെ മൃതദേഹത്തെ ബഹുമാനിക്കാനുള്ള മര്യാദ കാണിച്ചോ റെജിനെ നിങ്ങൾ? ഒരു ആംബുലൻസ്, എങ്ങനെയുള്ള ആംബുലൻസ്? ഈ ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന ആംബുലൻസ്, മൃതദേഹം വാടകയെടുക്കുന്നു. നിങ്ങൾ നോക്കൂ, പണ്ട് നൗഷാദ് മരിച്ചപ്പോ എങ്ങനെയാ നമ്മൾ കൈകാര്യം ചെയ്ത്? കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഇറങ്ങി രാജേഷിന്റെ മൃതദേഹത്തെ സല്യൂട്ട് ചെയ്തുകൊണ്ട് സംസ്ഥാന ബഹുമതികളോടെ അടക്കേണ്ട ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ഏത് പാർട്ടിക്കാരനും ആയിക്കൊള്ളട്ടെ, സ്വന്തം ജീവൻ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. 100 വർഷം മുമ്പ് കുമാരനാശാൻ എന്ന ഒരു മനുഷ്യൻ കുറിച്ചു വെച്ച വരികൾ പാടി വളർന്നവരാ കേരളീയർ. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും. എനിക്ക് നിങ്ങൾക്കൊക്കെ അത് പ്രസംഗിക്കാൻ കൊള്ളാം, പക്ഷെ നടപ്പിലാക്കിയവന്റെ പേരാ രാജേഷ്. ആ രാജേഷിന്റെ മൃതദേഹത്തെ ബഹുമാനിക്കാത്ത ജിജി എന്നൊരു പെൺകുട്ടി തന്നെ PhD റിസർച്ച് ചെയ്യാൻ വരെ പഠിപ്പിച്ചെടുത്ത, കാര്യവട്ടം ക്യാമ്പസിലേക്ക് എത്തിച്ച, കടലിൽ പോയി അവിടുത്തെ ഉപ്പുവെള്ളം കുടിച്ച് ഉപ്പ് കാറ്റേറ്റ് ഒരു പെൺകുട്ടിയെ വളർത്തിയെടുത്ത്, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേരരിക്കും എന്ന മനോഭാവത്തോടെ വളർത്തിയെടുത്ത ഒരു മനുഷ്യനെ കാണാനില്ല എന്ന് അവൾ വിളിച്ചു പറഞ്ഞപ്പോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന സകല സെറ്റും കൂടെ ഇറങ്ങി ആ പെൺകുട്ടിയെ തെറി വിളിച്ചോണ്ടിരിക്കുക. നിങ്ങൾ എന്ത് സർക്കാർ കൈകാര്യം ചെയ്യുന്ന? മോഹൻലാലിന്റെ മുകളെ തെറി വിളിച്ചതുപോലെ ദിവ്യ സയ്യര്, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് ശബരിനാഥിന്റെ സാക്ഷാൽ ശ്രീ G. കാർത്തികേയന്റെ മരുമകളെ ഒരു കമന്റ് അനുകൂലമായിട്ട് പിണറായിക്ക് പറഞ്ഞപ്പോ
അല്ലെങ്കിൽ കെ രാഗേഷിന് അനുകൂലമായിട്ട് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ തെറി വിളിച്ചതുപോലെ നിങ്ങൾ ഡൽഹിയില് പ്രശ്നത്തിൽ BJP-ക്കാരും RSS-കാരും തെറി വിളിച്ചപ്പോ നിങ്ങൾ പ്രതികരിച്ചല്ലോ. നിങ്ങൾ എന്തിനാ ജിജിയെ ചീത്ത വിളിക്കുന്നേ? ജിജി എന്ത് പൊളിറ്റിക്സ് പറഞ്ഞു? ആ പെൺകുട്ടി അവളെ വളർത്തിയെടുത്ത തന്റെ പൊന്നോമന പിതാവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു പെശകാണോ? ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ തന്നില്ലെങ്കിൽ ഞാൻ റോഡിന്റെ നടുവിൽ നിന്ന് മാറുന്നില്ല എന്ന് പറയുന്ന പെശകാണോ? 4 പേരെ കാണാനില്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? നിങ്ങൾ മത്സ്യത്തൊഴിലാളിയുടെ മുമ്പിൽ അഭിനയിച്ചാൽ മതിയോ? ഒരു പ്രശ്നമില്ലാന്ന് നിങ്ങൾ പറയുന്നത്. ക്യാമ്പിലും ഒരു പ്രശ്നമില്ല, വേറെങ്ങും ഒരു പ്രശ്നമില്ല, എല്ലാം പരിഹരിച്ചു എന്നാ. ഞാൻ മെലിഞ്ഞാന്ന് 6-ാം തീയതി പുലർച്ചെ 4 മണിക്ക് നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുകളിലുള്ള റോഡിലൂടെ പോവുക, വെളുപ്പിന് 4 മണിക്ക് ഒരു ഹിറ്റാച്ച് കിടപ്പുണ്ട്. പരാതി വന്നപ്പോ ഞാൻ ദൃക്സാക്ഷിയാണ്. 1 മണിക്കൂർ റോഡും ബ്ലോക്കായി, ഒരു ഹിറ്റാച്ച് കിടപ്പുണ്ട്. എന്റെ സുഹൃത്തെ, ഏതാണ്ട് 70 80 ഹിറ്റാച്ച് കിടന്ന കഴിഞ്ഞ വർഷം അവിടെ ആ മണ്ണ് മാറ്റിയത് അവിടുത്തെ പൊഴി മുറിച്ചു കൊടുത്തത് കുട്ടനാട്ടുകാരെ രക്ഷിക്കാൻ. നിങ്ങളുടെ കുട്ടനാട്ട് MLA എന്താ പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞ കമന്റ് എന്താ? LDF ഒന്നും അല്ലല്ലോ. അസംബ്ലിയിൽ വെച്ച് അദ്ദേഹത്തെ ആക്ഷേപിച്ചെങ്ങനെയാ? അവിടുത്തെ ഒരു MLA ആക്ഷേപിച്ചെങ്ങനെയാ? കൊടുക്കാവുന്ന എഴുന്നേറ്റ് എന്ന് പറയുക, അവധി കൊടുക്കത്തിൽ ഇരുന്നുകൊണ്ട് പറയുക. ഒരു മനുഷ്യന്റെ ഇരട്ട വ്യക്തിത്വം നമ്മൾ കണ്ടു. ഇത് കേരളത്തിലെ ജനങ്ങൾ എടുക്കരുത്, ഇവിടെ നിങ്ങളെ എല്ലാവരെയും കൂടെ കൂട്ടി 10 പൈസ സർക്കാരിന് കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ഒരു വശത്ത് പറയുന്നു. ഇടതുപക്ഷ മുന്നണി ഈ ഡിസാസ്റ്റർ ഫണ്ട് മോഷ്ടിക്കുകയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഫണ്ട് മോഷ്ടിക്കുകയെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. യാതൊരു ട്രാൻസ്പെറന്റ് ആയ യാതൊരു ഓഡിറ്റും ഇല്ലാത്ത സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടിനെ കുറിച്ച് മിണ്ടുന്നില്ല. ഒരു പൈസ ഇവിടെ തന്നില്ലെങ്കിൽ കണക്ക് കൊടുക്കാത്തോണ്ടാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. ഇത്തരം സംഭവങ്ങളെല്ലാം ആവർത്തിക്കുമ്പോഴാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ കിറ്റുമായിട്ട് വീടുകളിൽ കയറുന്നു. ഞാൻ ഈ 2018 പ്രളയത്തില് അജിംഷാ, ഞാൻ പെട്ടെന്ന് പറയാം, തുണി കളക്ട് ചെയ്യാൻ വേണ്ടി ഈ കടകളിൽ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ ടെക്സ്റ്റൈൽസിൽ. അപ്പൊ ഒരു കൊച്ചു കട കണ്ടപ്പോ ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞു, ആ കട നമുക്ക് ബുദ്ധിമുട്ടിക്കണ്ട, അടുത്ത കടയിൽ കയറാം. അപ്പോഴാണ് ആ ചെറിയ കട നടത്തുന്നത് ഒരു 2 പേർ കപ്പിൾസ് ആണ്, അവര് ജീവിത പങ്കാളികൾ തമ്മിലാണ് കട നടത്തുന്നത്. അവരിറങ്ങി പുറത്തു നിന്നുകൊണ്ട് കൈയടിച്ചു വിളിച്ചു. തിരിച്ചു ചെന്നപ്പോ ഒരു കെട്ടെടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ പരിഗണിക്കില്ലേ? അപ്പൊ ഞങ്ങൾ പറയും, നിങ്ങളൊരു ചെറിയ കടയല്ലേ, നിങ്ങളെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്ന വിചാരിച്ചു. അവര് പറയാ, സാറേ ഇത് 2 ദിവസം അവിടെ കെട്ടിവെച്ചിട്ട് ഇത് കൊടുക്കാതെ ഉറക്കം വരില്ല. ഞങ്ങൾ ആ കെട്ടഴിച്ച് നോക്കിയപ്പോ 3500 4000 രൂപ വരെയുള്ള ബ്രാൻഡ് ഷർട്ട് പോലും അതിനകത്തുണ്ട്. അവര് പറയാണ്, ഇത്രയും തരാനേ ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ. കാരണം വിശ്വാസമാണ് അവർക്ക്, കേരളത്തിലെ സർക്കാരിനോടുള്ള വിശ്വാസമാണ്. അവസാനം ക്യാമ്പുകളിലുള്ളവർ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് അയക്കല്ലേ. തിരുവനന്തപുരത്തെ മേയറെ വിളിച്ച് പറയുക, ഇനി ഇങ്ങോട്ട് സാധനം അയക്കല്ലേ എന്ന് പറയുമ്പോ നിങ്ങളുടെ വെറും 400 ക്യാമ്പിന്റെ അവസ്ഥ നിങ്ങൾ നോക്ക്. നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് മനുഷ്യരെ ആക്ഷേപിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. ഭരണമെന്ന് പറയുന്നതേ ഇത്തരം കളിയൊന്നും അല്ല. ഭരണമെന്ന് പറഞ്ഞ ഉത്തരവാദിത്വം അത് നിങ്ങൾ ഏറ്റെടുക്കണം. ശ്രീ ഡോക്ടർ PK കുമാർ, ഞാൻ തിരിച്ചെത്താം.